ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത്. നമ്മൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും ഈക്വലി പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, മറ്റു വീഡിയോസും കൂടി ഒന്ന് കാണുകയൊക്കെ ചെയ്യുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റം തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റമാണ്. ഇത് ടർക്കിയാണ്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ടർക്കിയാണ്. ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത് തോന്നി ന്യൂ ബോൺസിനൊക്കെ ഉള്ള ഐറ്റംസ് ആട്ടോ ഇതിലുണ്ടാവുക. ന്യൂ ബോൺസിനും മദേഴ്സിനും ഒക്കെ ഉണ്ടാകുന്ന ഐറ്റംസ് ആയിരിക്കും ഒരുപാടും ഇതിലുണ്ടാവുക. ഇത് വന്നിട്ട് 3 പീസായിട്ട് വരുന്നതാണ്. 3 ഡിഫറെൻറ്റ് കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് 3 പീസിനോടും 155 റുപ്പീസാണ് വരുന്നത്. അതായത് ഒരു പീസ് ടർക്കിക്ക് വെറും 52 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇത് ഈ ഒരു റേറ്റിന് വളരെ വൃത്തിയാണ്, നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. ഞാൻ അലക്കി എല്ലാം ചെയ്തു നോക്കി, നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് കുട്ടിയെ റാപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 3 ഡിഫറെൻറ്റ് കളറിലെടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. ഞാൻ ഒരു ഫ്ലോപ്പും പറയാനില്ലാത്ത നല്ല ടർക്കീസാണ്. നമുക്ക് കളറ് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തത് അതും മീഷോ എന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് ഒരു നെറ്റ് ബെഡാണ്. ഈ കുട്ടികളെയൊക്കെ കിടത്തുന്ന നെറ്റ് ബെഡില്ലേ, ന്യൂ ബോൺ ഇൻഫാൻറ്റ് ബെഡ് എന്നൊക്കെ പറയുന്നത്, അതാണ് വാങ്ങിയിരിക്കുന്നത്. ഞാനൊരു ന്യൂട്രൽ കളറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാഷും വൈറ്റും കൂടിയുള്ള, വൈറ്റിൽ എന്തെങ്കിലും മിക്സ് ആയിട്ടുള്ള ഒരു കളർ വാങ്ങാനാണ് വിചാരിച്ചിരുന്നത്. അത് ബ്ലൂവും പിങ്കും ആവരുതെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹാഷ് കളർ, ഒരു ഗ്രേ കളർ പോലെയുള്ളതാണ് പർച്ചേസ് ചെയ്തത്. അതിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലോത്താണ്, പിന്നെ നല്ല പ്രിൻ്റ്, വിചാരിച്ചപ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ എലിഫൻറ്റിൻ്റെ പ്രിൻ്റൊക്കെയാണ് വരുന്നത്. 242 റുപ്പീസാണ് വരുന്നത്. ഇപ്പം 262 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ പില്ലോയും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ പില്ലോ പക്ഷേങ്കിൽ നമ്മളൊരു ഇൻഫാൻറ്റിന് വെച്ച് കൊടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ പൊന്തി നിൽക്കുന്ന കുഞ്ഞാണെങ്കിലും അത് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മീഷോന്ന് തന്നെ പർച്ചേസ് ചെയ്ത നെക്സ്റ്റ് ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഇതെന്തായിരുന്നു, ഇതൊരു ക്യാരി ബാഗാണെന്ന് തോന്നുന്നു. ക്യാരി ബാഗ് മീൻസ് കുട്ടികളൊക്കെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു നെസ്റ്റ് പോലെയല്ലേ, ബേബി നെസ്റ്റ് ബെഡ് എന്നോ ക്യാരി ബാഗ് എന്നൊക്കെ പറയുന്ന ഐറ്റമാണിത്. ഇത് വന്നിട്ട് ഞാൻ ആദ്യം വേറൊന്ന് പർച്ചേസ് ചെയ്തിരുന്നു, സെയിം മറ്റേ ബെഡിൻ്റെ പ്രിൻ്റൊക്കെ ഉള്ള. അത് വൻ ഫ്ലോപ്പായിരുന്നു. അത് ഞാൻ റിട്ടേൺ ചെയ്താണ് പിന്നെ പർച്ചേസ് ചെയ്തായിട്ടാണ് ഇത് അടിപൊളിയാട്ടോ. ഇത് നല്ല വൈറ്റും ഗ്രേയും ആയിട്ട് ഒരു ന്യൂട്രൽ കളറിലൊക്കെ വരുന്ന നല്ല അടിപൊളി ആയിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും. അതേപോലെ നല്ല സോഫ്റ്റാണ്. ഇതിൽ എന്തെങ്കിലും സെപ്പറേറ്റ് റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് 2 സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിലെ ഭാഗവും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു ബെഡ് പോലെ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ജനിക്കുകയും കുട്ടികളെ എടുത്തു കൊണ്ടുപോകാനൊക്കെ, പിന്നെ എടുക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലിട്ടാൽ നമുക്ക് അത്രയും ചെറുതായിരിക്കുമല്ലോ കുട്ടികളാണ്, അപ്പോൾ അതിൽ നല്ല കംഫർട്ടബിളായി നിൽക്കും. ഇതിന് 220 അങ്ങനെ ഉള്ളായിരുന്നു കേട്ടോ റേറ്റ്. പിന്നെ വന്നിരിക്കുന്നത് ഇതും മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. മീമി എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. മീമി ബ്രാൻഡിൻ്റെ ബേബി വെറ്റ് വൈപ്സ് ആണ് അത് വന്നിരിക്കുന്നത്. അത് 2 പർച്ചേസ് ചെയ്താൽ 1 ബൈ 1 ബൈ 2 ഗെറ്റ് 1 ഫ്രീ എന്ന പോലെയുള്ളതാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വാട്ടർ വൈപ്സ് ആയിരുന്നു ഞാൻ നോക്കിയത്, പക്ഷേ ഞാൻ വെറ്റ് വൈപ്സ് ആണ് വാങ്ങിയത്. ഇനിയിപ്പോൾ വാട്ടർ വൈപ്സ് വാങ്ങണം. ഇത് വന്നിട്ട് കുറച്ച് വെറ്റ് വൈപ്സ് ആകുമ്പോൾ കുറച്ചൊരു സ്മെല്ലുണ്ടാവും, പെർഫ്യൂമിൻ്റെ പോലത്തെ ഒക്കെ സ്മെല്ലുണ്ടാവും. നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ വെറ്റ് വൈപ്സിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് വാട്ടർ വൈപ്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്.
നമുക്ക് നോക്കാം. അത് എനിക്ക് 216 റുപ്പീസിന് കേട്ടോ 3 ബാഗ് കൂടി കിട്ടിയത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ഐറ്റമാണ് വരുന്നത്. അത് ലവ് ലാപ്പിൻ്റെ സാനിറ്ററി പാഡാണ്. നോർമൽ സാനിറ്ററി പാഡല്ല, നമ്മൾ പ്രഗ്നൻസി മെറ്റേണിറ്റി കഴിഞ്ഞ് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്. കുറച്ചുകൂടി സൈസൊക്കെ വലുതായിരിക്കും തോന്നുന്നു. ഇത് വന്നിട്ട് ഞാൻ 2 പാക്കാണ് വാങ്ങിയത്. ഒരു പാക്കിൽ 10 എണ്ണമാണ് ഉണ്ടാകുക. ഇതും 389 400 റുപ്പീസിൻ്റെ അടുത്താണ് ഈ 2 പാക്കിനോട് ആയത്. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 800 റുപ്പീസിൻ്റെ അടുത്താവും. നമ്മൾ ഹോസ്പിറ്റലിൽ ഇത് അവൈലബിൾ ആയിരിക്കും, പക്ഷെ നല്ല റേറ്റും കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇത് വാങ്ങി വയ്ക്കാം, മാത്രമല്ല നമുക്ക് യൂസ്ഫുള്ളും ആണല്ലോ, അങ്ങനെ വാങ്ങിയതാണ് ഇത്. എനിക്ക് നല്ല ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വന്നിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻറ്റ് പാക്കേജ് കണ്ട്, അപ്പോൾ അത് പൊളിക്കാൻ വിചാരിച്ചു. രണ്ടും ഒരേപോലെ തന്നെയുള്ള പാക്കേജാട്ടോ വന്നത്. ഒരു ബ്ലാക്ക് കളർ പാക്കേജിലാണ്. ഞാൻ ഇങ്ങനത്തെ പാക്കേജ് ഫ്ലിപ്കാർട്ടിൻ്റെ ആദ്യമായിട്ട് കാണുകയാണ്. അതിൽ വന്നിട്ട് ഫസ്റ്റത്തിൽ ചെറിയ പാക്കേജാണ്. അതിൽ വന്നിട്ടുള്ളത് സെബാമെഡിൻ്റെ പ്രൊഡക്റ്റാണ്. കുട്ടികളുടെ സെബാമെഡിൻ്റെ ജെൻറ്റിൽ വാഷാണ്. സോപ്പല്ല, നമ്മൾ ലിക്വിഡ് ഷവർ ജെല്ലൊക്കെ പോലത്തെ ഐറ്റമാണ്. അത് 350ക്കാണ് രണ്ടും കൂടി വന്നത്. 1151 ആണ് ഒന്നിന് വന്നത്. ഓക്കെ, അപ്പോൾ 300 സംതിങ് ആണ് രണ്ടിനൂടി വന്നിരുന്നത്. പിന്നെ വേറെ ഒന്നിൽ വന്നിരിക്കുന്നത് ലോഷനാണ്. ലോഷന് 530 റുപ്പീസാണ് വരുന്നത്. നമുക്ക് ലോഷനും ഇങ്ങനത്തെ സെബാമെഡിൻ്റെ പ്രൊഡക്റ്റൊന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നമുക്ക് ലാഭമൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്. പോയി വാങ്ങുന്ന ആ ഒരു റിസ്ക് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമുക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടുമെന്ന് വിചാരിച്ച് പർച്ചേസ് ചെയ്താൽ ഒന്നും കിട്ടില്ല. ഇത് പിന്നെ ന്യൂ ബോൺ കിഡ്സിന് സോപ്പിനെക്കാട്ടും ബെറ്റർ ഇതുപോലത്തെ ജെൻറ്റിൽ വാഷാണ് കേട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വാങ്ങിയത്. അങ്ങനെ ഇത് പിന്നെ 5.5 ആണ് കേട്ടോ ഇതിൻ്റെ pH ലെവൽ വരുന്നത്. ബെസ്റ്റ് പ്രൊഡക്റ്റാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്യാം. ന്യൂ ബോൺസൊക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാം. പിന്നെ വന്നത് ടെഡിയുടെ ഡയപ്പറാണ് വന്നിരുന്നത്. ന്യൂ ബോൺ ഡയപ്പറാണ്. 347 റുപ്പീസാണ് ഈ 2 പാക്കിനോട് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് ടേപ്പ് പോലത്തതാണ്. ന്യൂ ബോൺ കിഡ്സിന് അവരുടെ വേസ്റ്റ് തീരെ ഉണ്ടാവില്ലല്ലോ, എന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാൻ ടൈപ്പ് ഉള്ളതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെ ടേപ്പ് ടൈപ്പ് ഉള്ളതായിരിക്കും എന്ന് കേട്ടിട്ടാണ്. എൻ്റെ അടുത്ത് പാൻ ടൈപ്പ് ഉള്ളത് ഞാൻ ഹഗീസിൻ്റെത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ടെഡിയുടെ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് വാങ്ങിയതാണ്. നമുക്ക് ഹോസ്പിറ്റൽ യൂസിനൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ അങ്ങനെ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും. പിന്നെ വന്നിരിക്കുന്നത് മീഷോന്ന് പർച്ചേസ് ചെയ്തൊരു ഐറ്റം കേട്ടോ. ഇത് വന്നിട്ട് ബേബിയുടെ ഒരു ഗ്രൂമിങ് സെറ്റ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഇതിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 228 ആണ്. ഇപ്പം 248 ആയിട്ടുണ്ട്, 43 ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഒരു നെയിൽ കട്ടർ ഉണ്ട്, ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ നെയിൽ കട്ടർ ഉണ്ട്. അതേപോലെ ഒരു സിസേഴ്സ് ഉണ്ട്. അതെന്തിനാണെന്നറിയില്ല. സിസേഴ്സ് ന്യൂ ബോൺസിന് എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് വലിയ ഐഡിയ അല്ല. പക്ഷേ നെയിൽ കട്ടർ ആവശ്യമാണ്. കുട്ടി ജനിക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല നെയിൽ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, മീൻസ് നമുക്കറിയാം. പിന്നെ ഇത് ഹെയർ ബ്രഷാണ് രണ്ടും. ഒന്ന് ബ്രഷ് പോലത്തെ, ഒന്ന് കോംബോ പോലത്തെ വന്നിട്ടുണ്ട്. കോംബോ ആണെങ്കിലും അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സെക്യൂർ ആയിട്ടുള്ള, വേദന ആവാത്ത രീതിയിലുള്ളതൊക്കെയാണ്. പിന്നെ കുറച്ച് പോപ്സ്റ്റിക്കിൾ പോലത്തതുണ്ട്. അതെന്തിനാന്ന് തീരെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ സംഭവം ചിലർക്കൊക്കെ അറിയുണ്ടാവും. കുട്ടികൾക്ക് മൂക്കടപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട്, കോൾഡൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടായാൽ നമുക്ക് അത് മൂക്ക് പിടിക്കാനൊന്നും ആവില്ലല്ലോ. എന്നപ്പോൾ ഇങ്ങനെ അത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് അത്. ഇത് എന്നിട്ട് നമുക്ക് ഈ പൗച്ച് ക്ലോസ് ചെയ്ത് നല്ലോണം സിബിട്ട് വെക്കട്ടെ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, അടിപൊളി യൂസ്ഫുൾ ആണ് നമുക്ക്. അതുപോലെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നല്ല പാക്കേജുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 228 എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്.
പിന്നെ വന്നിട്ടുള്ളത് വേറൊരു ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ വേറൊരു എന്താണ് പാക്കേജാണ്. ഇതിൽ വന്നിട്ട് സെബാമെഡിൻ്റെ പൗഡറാണ്. നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാരി പൊത്താതെ കുറച്ചായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതും 5.5 pH ഒക്കെ ഉള്ള നല്ല പൗഡറാണ്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ വന്നിട്ടുള്ളത് വേറൊരു ചെറിയ പാക്കേജാണ്. ഇത് വന്നിട്ട് എന്തായിരുന്നു, ഇത് മീഷോന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇത് വന്നിട്ട് എൻ്റെ ഇന്നേഴ്സിൻ്റെ ഒരു ഇതാണ്, സെറ്റാണ്. അതും 4 വരുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളത് അടുത്തതും മീഷോന്ന് പർച്ചേസ് ചെയ്ത റൈറ്റാണ്. ഇത് ബേബീസിൻ്റെയൊക്കെ എന്താണ് ഫേസ് ടവൽ എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഞാനിത് ഓൾറെഡി ഇവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി പർച്ചേസ് ചെയ്തതാണ്. ഇത് വന്നിട്ട് 8 പീസ് അങ്ങ് വരുന്നുണ്ട്. 8 പീസിന് നമുക്ക് 90 റുപ്പീസ് മാത്രമേ 91 റുപ്പീസ് അങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പം 119 രൂപ എന്ന് തോന്നുന്നു. എനിക്ക് 91 രൂപ കിട്ടി. ഈ സെയിം സാധനം ഞാൻ 5 പീസുള്ളത് പുറത്തുനിന്ന് വാങ്ങിയതാണിത്. 120 റുപ്പീസിന് 5 പീസാണ് വന്നത്. എനിക്ക് പുറത്തുനിന്ന് വാങ്ങിയതും ഇവിടുന്ന് വാങ്ങിയതും ഒക്കെ നല്ല ക്വാളിറ്റി ആയി തോന്നിയിട്ടുണ്ട്. എനിക്കെല്ലാം നല്ല ഇഷ്ടമായിട്ട്, നല്ല ക്യൂട്ട് പ്രിൻസ്, അടിപൊളി, നല്ല ചെറിയ ബേബി ക്ലോത്ത്. ബേബീസ് പാലൊക്കെ കുടിച്ചാൽ സൈഡിലേക്ക് ചിലപ്പോൾ ഛർദ്ദിക്കുക ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫേസൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണത്. പിന്നെ വന്നിട്ട് നെക്സ്റ്റ് മീഷോ പർച്ചേസ് ചെയ്യാനാണ്. മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു പില്ലോ ആണ്. കാരണം ബാക്കി ഐറ്റംസിൻ്റെ അപ്പുറമൊക്കെ പില്ലോ ഉണ്ടെങ്കിലും നമുക്കത് വെച്ച് കൊടുക്കാൻ പറ്റില്ല ന്യൂ ബോൺസിന്. ഇങ്ങനത്തെ പില്ലോസാണ്. ഇതിൻ്റെ നടുഭാഗത്ത് കുറേ മസ്റ്റാർഡ്സാണ്, മറ്റേ കടുക് ഫില്ല് ചെയ്തതാണ്. നമുക്ക് നല്ലപോലെ കുട്ടികളുടെ തലയൊക്കെ റൗണ്ട് ഷേപ്പായി വരണമെങ്കിൽ ഇങ്ങനത്തെ വെക്കണം എന്നാണ് പറയൽ. അപ്പം ഞാനൊരു ഗ്രേ കളർ തന്നെ ചൂസ് ചെയ്ത് ഇങ്ങനത്തെ തന്നെ വാങ്ങിയതാണ്. ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റേ പില്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്നിട്ടുള്ളത് ഇതും മീഷോ പർച്ചേസാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്ലിപ്പേഴ്സാണ്. 3 പെയർ ഓഫ് സ്ലിപ്പേഴ്സാണ്. ഇതിൻ്റെ റേറ്റ് അടിപൊളിയായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നറിയില്ലേ. 176 റുപ്പീസിനാണ് ഈ 3 പെയർ പില്ലോസ് ചപ്പൽസ് കൂടി വന്നത്. അന്നപ്പോൾ ഒരു പെയർ സ്ലിപ്പറിന് 59 റുപ്പീസേ ആവുന്നുള്ളൂ. നമ്മളിവിടെ ഒരു പെയർ സ്ലിപ്പർ വാങ്ങിയാൽ പോലും ഇതിലും കൂടുതൽ റേറ്റ് ആവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സൈസാണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഹോസ്പിറ്റൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് സ്ലിപ്പേഴ്സ്. അപ്പം 3 ഇത്രയും കുറഞ്ഞ റേറ്റിൽ നല്ല അഫോർഡബിളായിട്ട് കണ്ടപ്പോൾ ഞാൻ 3 ഒരു സെറ്റ് വാങ്ങിയതാണ്. 59 റുപ്പീസിന് നമുക്ക് ഒരിക്കലും ഒരു സെറ്റ് ഓഫ് സ്ലിപ്പർ കിട്ടില്ല. ഇവിടുന്ന് ഷോപ്പിൽ പോയാൽ കിട്ടില്ല. ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയത് 200 റുപ്പീസാണ് ഏറ്റവും കുറഞ്ഞ സ്ലിപ്പറിന് വരുന്നത്. അതിപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോഡക്റ്റ് മീഷോന്ന് പർച്ചേസ് ചെയ്താൽ നമുക്ക് ക്യാഷിന് കുറച്ച് ലാഭം കിട്ടും. കുറച്ചധികം ലാഭം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും ആയിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പർച്ചേസ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? മീഷോയിൽ നിന്നാണ്. ഇത് പ്ലാന്റ് ബൂസ്റ്റർ ആട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പ്ലാന്റ് ബൂസ്റ്ററുണ്ട്. നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. വെള്ളത്തിൽ കലർത്തിയിട്ട് ഇങ്ങനത്തെ 3 ഇതാണ് ഉണ്ടാവുക. അത് 113 റുപ്പീസാണ് വരുന്നത്, 3 പീസിനൂടി വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ വേറൊരു സംഭവമാണ്. അത്യാവശ്യം വലിയ പാക്കേജാണ്. അതിൽ 2 ഐറ്റംസ് ഉണ്ട്. അതാണ് അത്യാവശ്യം വലിയ പാക്കേജ് വന്നത്. ഫസ്റ്റ് വന്നത് ഷവർ ജെല്ലാണ്. ലെക്സിൻ്റെ ഷവർ ജെല്ല്. ഇത് 269 റുപ്പീസായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 400 ആണ്. അപ്പോൾ നമുക്ക് ലാഭമാണ്. 100 രൂപയിൽ അധികം നമുക്ക് ലാഭമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് 238 റുപ്പീസിനാണ്. അന്നപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം. കാരണം ഒരു 30 രൂപയുടെ അടുത്ത് ഡിഫറൻസ് ഉണ്ടല്ലോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഈ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ബെൽറ്റാണ്. ഈ ബെൽറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല സൈസിൽ വരുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ച്
മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും നമ്മളെ സൈസിനനുസരിച്ച്. ഇത് 3 പീസായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ പീസ് അത്യാവശ്യം വലിയ ഒരു ലെവലിൽ വരിക. പിന്നെ നമുക്ക് പിന്നെ എവിടെയെങ്കിലും കവറാകാത്ത എഴുത്തിലൊക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 2 പീസ് കൂടി വരുന്നുണ്ട്. എന്താ നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഇനി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഷീറ്റിൽ എന്താണ് ഡ്രൈ ഷീറ്റ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. കുട്ടികളൊക്കെ ന്യൂ ബോൺസ് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അന്നപ്പം പീ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബെഡിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് ഇത്. അത് എത്രയാണോ 170 അങ്ങനത്തെ ഒരു റേറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു റോംബറാണ്. റോംബറോ ഡെങ്കിരി അങ്ങനെയൊക്കെ അല്ലേ പറയാം ഇതിന്. ഇത് കുറച്ച് വലുതാണ്. ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിൽ 999 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. എനിക്ക് 400 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫുള്ളി കോട്ടൺ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ കളർ ഇതിൽ കാണുന്നില്ല. കുറച്ചുകൂടി നല്ലൊരു കളറാണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ലൊരു സിമ്പിൾ പ്രിൻ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. സൈഡിലൊക്കെ ചെറിയ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിരിക്കുന്നത് മീഷോ പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ് ടവൽസില്ലേ, നമ്മൾ ഹാൻഡ് ടവലോ അല്ലെങ്കിൽ തലയൊക്കെ തോത്താൻ പറ്റുന്ന ചെറിയ ക്യൂട്ട് ടവലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അത് 3 പീസാണ് വരുന്നത്. അതിന് 173 റുപ്പീസാണ് 3 എണ്ണത്തിനും കൂടി വരുന്നത്. നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവല്. പിന്നെ വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ്. ഈ കുട്ടികളൊക്കെ എന്താണ് ന്യൂ ബോൺസിന് ഇട്ട് കൊടുക്കുന്ന ജബ്ലാസ് ഇല്ലേ, അതാണ്. ഇത് മസ്ലിനിൽ വന്നതാണ്. നല്ല ക്ലോത്താണ്, അടിപൊളി ക്ലോത്ത്. ഇത് മീഷോന്ന് ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്ത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതാണ്. കാരണം ഫ്ലിപ്പിൽ കുറച്ചുകൂടി ഓഫറുണ്ട്. അടിപൊളി ഐറ്റമാണ്. ഇത് 250 അങ്ങനെയുള്ളൂ 4 എണ്ണത്തിനോടി വരുന്നത്. നല്ല പ്രിൻ്റാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ട് നല്ല ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാം. പിന്നെ വേറൊരു ഐറ്റം കൂടി അതാ വരുന്നു. ഇനി ഐറ്റം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇതിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എന്താണ് ഒരു ബെഡിങ് സെറ്റ് തന്നെയാണ്. നമ്മൾ 2 നെസ്റ്റ് ബെഡ് വാങ്ങിയിട്ടുണ്ട്, മറ്റേ നെറ്റ് ബെഡും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബെഡ് വാങ്ങിയ എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്ക് കളിച്ചൊക്കെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇത് വിരിച്ചു കൊടുത്താൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ഞാൻ ഗ്രേ കളറായിരുന്നു ഓർഡർ ചെയ്തത്. എന്താ അറിയില്ല, ബ്ലാക്കാണ് വന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി തോന്നി എനിക്ക്. നല്ല കോട്ടണായി തോന്നി. ഈ പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ ബ്ലാക്ക് വരുന്നിടത്തിലൊക്കെ ഗ്രേ ആയിരുന്നു ഞാൻ ഫോട്ടോയിൽ കണ്ടത്. പക്ഷേ ഞാൻ റിട്ടേൺ ചെയ്യുന്ന ഒന്നുമില്ല. എനിക്ക് എന്തോ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം 2 എന്താണ് സൈഡ് പില്ലോസും ഒരു അല്ലാത്ത പില്ലോയും ഒക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയായിരുന്നു റേറ്റ്? 152 അങ്ങനെയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണിത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.